ആദ്യത്തെ കിളിക്കൂടിൽ ഇന്നത്തെ എപ്പിസോഡിൽ അവർക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ HR ഇൻ്റർവ്യൂവിനാണെങ്കിൽ കമ്പനിയിൽ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ HR ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്താണെങ്കിൽ ആ സീറ്റിൽ സൂര്യ കാണുന്ന നിധിയാണെങ്കിൽ ഒന്ന് ഞെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സൂര്യ ആണെങ്കിൽ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്, എനിക്കും ഇതിനകത്തൊരു ഷെയർ ഉണ്ട്, ഞാൻ പോളിസി കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ ഇടപെടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്നെ തള്ളിക്കളഞ്ഞിട്ടാണെങ്കിൽ വേറൊരാളെ നീ കല്യാണം കഴിച്ചതല്ലേ, അപ്പോഴത്തേക്ക് ഒന്നുമില്ലെങ്കിലും എന്നെയും കാട്ടി ബെറ്ററായ ഒരാളായിരുന്നെങ്കിൽ ആദ്യമൊക്കെ എനിക്കൊരു ദേഷ്യം തോന്നിയേനെ, പക്ഷേ പിന്നെ എനിക്ക് ആ ഒരു ദേഷ്യം മാറിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു കാർ ഡ്രൈവറിനെയും കല്യാണം കഴിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടിനകത്തും കിടന്നിട്ടാണ് ഇങ്ങനെ കമ്പനി തോറുകയാണെങ്കിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നിധിക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പരിഹാസം കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഞാനിവിടെ HR ഇൻ്റർവ്യൂവിന് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണല്ലോ സൂര്യ അറിയാം, ഹലോ ഒന്ന് നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നിധിയുടെ അടുത്തോട്ട് നേരെ വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞാലേ മാത്രമേ നിനക്ക് ഇവിടെ ജോലി കിട്ടത്തുള്ളൂ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ ഇതെന്തോ നേരെ പോയി HR കണ്ടിട്ടാണെങ്കിൽ അവിടെ പോയി നേരിട്ട് ജോലി മേടിക്കാൻ വേണ്ടിയാണോ നീ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവം പോലും അസൂയപ്പെടുന്നൊരു പ്രപ്പോസലായിരുന്നില്ലേ എൻ്റെത്, അതിൽ നീ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ കമ്പനിയോട് തോറും കയറി ഇറങ്ങുന്നത്, എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പോൾ സുഖമായിട്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ ജീവിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്യൂണിനെ കണക്ക് നിനക്ക് എൻ്റെ കൂടെ ജീവിച്ചുകൂടായിരുന്നു എന്നൊക്കെ നമ്മൾ സൂര്യയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ നിധിത്താണെങ്കിലും സൂര്യ പറയുന്നുണ്ട്, ഇതിനൊക്കെയാണ് കർമ്മ എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധിയാണെങ്കിൽ സൂര്യ അടുത്തൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നേരെ റിസപ്ഷനിൽ വന്നിട്ടാണെങ്കിൽ അവിടെ ചോദിക്കുന്നുണ്ട്, HR ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഇരിക്കുന്ന വേറൊരാളാണല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട്, അതാണെങ്കിൽ ഇവിടുത്തെ ഓണറിൻ്റെ ഫ്രണ്ടാണ് മാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മാമിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് മാമിനെ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നിധിയാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങ് പോകുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ശ്രുതിയാണെങ്കിൽ അവിടെ വെളിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, ജോലിയൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നിധി ഒന്നും മിണ്ടത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറയും, ഇതാ പറയുന്നത്, തനിക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ ആദ്യം മറക്കുന്നത് എന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, തമ്പാനൂരിൽ മഴയത്ത് കാറൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ പോകാനുള്ള ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നിധി എടുത്ത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ നിധി തിരിച്ചൊരു മറുപടിയും പറയാതെ നിധി പോയങ്ങ് കാറിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി ചോദിക്കും, ഇതെന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും പോയാണെങ്കിൽ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നിധിയെ നോക്കുമ്പോൾ നിധിയാണെങ്കിൽ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നിധി എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയടോ, എന്താ താൻ കാര്യം പറയുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ജോലി കിട്ടിയില്ലെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നിധി പറയുന്നുണ്ട് കേട്ടോ, ജോലി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് അവിടെ ആണെങ്കിൽ പിന്നെ ഇത് കണക്ക് സൂര്യ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോഴത്തേക്ക് സൂര്യ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ട്, അവിടെ അത് കങ്കാരു ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നമ്മൾ ഓസ്ട്രേലിയൻ കങ്കാരു ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിധി പറയും, അയാളെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്, അയാൾക്ക് ഇവിടെ ഷെയർ ഉണ്ടെന്നൊക്കെ അയാൾ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, സൂര്യയെ കണ്ടിട്ട് വരാമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധി കയറി കൈ പിടിച്ചിട്ട് പറയും, വേണ്ട താൻ എവിടെ പോകുന്നത്. അപ്പം നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, തന്നെ ഇത്രയൊക്കെ പറഞ്ഞാൽ അവനെ ഞാനാണെങ്കിൽ വെറുതെ വിടണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നത്, വേണ്ട ഇതൊരു ഓഫീസാണ്, അവിടെ പോയി എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഓഫീസിലും എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാനൊക്കെ പറ്റത്തില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. പിന്നെ അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ശ്രുതിയാണെങ്കിൽ നോക്കുമ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി പറയുന്നത്, താനത് വീടോ, തനിക്ക് ഇതിനെക്കാട്ടി നല്ലൊരു ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ടോ, പറയാനൊക്കെ എളുപ്പമാണെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയ സമയത്തും താൻ പറഞ്ഞില്ലേ ഇതിനെക്കാട്ടി നല്ലൊരു ബന്ധം സുഭാഷ് ചേട്ടന് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് തന്നെ വെറുതെ പറഞ്ഞാണോ, അല്ലല്ലോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. താൻ വിഷമിക്കാതെ, തനിക്ക് എന്തായാലും നല്ലൊരു വലിയൊരു കമ്പനി ജോലി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കാണെങ്കിൽ എല്ലായിടത്തും ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞത് തന്നെ, ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയുന്നു ചോദിക്കുന്നത് കേട്ടോ. അവരെന്താ വിചാരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, ആരെ, എൻ്റെ വീട്ടുകാരോ, അവരെ, ഞങ്ങളൊക്കെ തോൽവി എന്നൊക്കെ വന്നതാണ്, ഞങ്ങൾക്കാണെങ്കിൽ അപമാനവും ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ അനുഭവിച്ച് വന്നത്, അപ്പോൾ അവരാരും ഒന്നും വിചാരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ശ്രുതിയുടെ ഫിലോസഫിയൊക്കെ ഇങ്ങനെ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ നിധിക്കാണെങ്കിൽ ഒരു ചെറിയ ആശ്വാസമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും സംഭവം ഏറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ സൈഡിൽ ഒതുക്കിയിട്ടാണ് നമ്മൾ ശ്രുതിയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇവിടെ പോകുന്ന നിൽക്കുമ്പോഴത്തേക്ക് താനിവിടെ ഇരിക്കും, ഞാൻ എന്താ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഒരു ബോക്സ് ചോക്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മളെ ശ്രുതിയാണെങ്കിൽ ചോക്ലേറ്റ് ബോക്സ് കൊണ്ട് നിധിക്ക് കൊടുക്കുമ്പോൾ നിധി ചോദിക്കും, ഇതെന്തിനാ, തോറ്റതിനാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറയും, തോൽവിയൊക്കെ നമ്മൾ ആഘോഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ചോക്ലേറ്റിൽ നിന്നൊക്കെ ഒരു ചോക്ലേറ്റൊക്കെ എടുത്ത് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതി പറയും, എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ തോമസ് ചേട്ടനാണെങ്കിൽ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ഒരു ഓട്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, 10 മിനിറ്റ് തോമസ് ചേട്ടാ ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ജോലി ഉണ്ടോ, താനാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് പോകുമെന്ന് പറയുന്ന സമയത്ത്
സമയത്താണെങ്കിൽ നമ്മളെ നിധി പറയുന്നുണ്ട് ആ കുഴപ്പമില്ല ഞാൻ ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധിയാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധി അവിടെ ഓട്ടോ എടുക്കാനായിട്ട് അയാളെ ചെല്ലുന്ന സമയത്താണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ട്രാഫിക്കിൽ കുടുങ്ങി കിടന്നത് അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും അത് കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൊണ്ട് നമ്മൾ സുധി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധിയാണെങ്കിൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഒരാളെ കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്ക് വേറെ ആരുമല്ല നമ്മളെ നിധിയുടെ അച്ഛനെ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയാണെങ്കിൽ നിധിയുടെ അച്ഛനെ കാണുമ്പോൾ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവർ വണ്ടിയിൽ കയറിയൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ കല്യാണ സുന്ദർ സാറാണെങ്കിൽ സുധിക്ക് നമ്മളെ നിധിയുടെ അച്ഛനെ കുറിച്ച് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് അതെന്തിനാ ഒരു ഡ്രൈവറിനൊക്കെ എന്നെക്കുറിച്ചൊക്കെ പറയുന്ന കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട് ഇത് നമ്മളെ പയ്യനാണ് എനിക്ക് ഡ്രൈവറൊക്കെ ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇവരെ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അവരിങ്ങനെ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചോദിക്കാതെയൊക്കെ വണ്ടി ഓടിച്ചെന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഡെസ്റ്റിനേഷൻ്റെ അവിടെ എത്തുമ്പോൾ സമയത്താണെങ്കിൽ കല്യാണ സുന്ദർ സാർ പറയുന്നുണ്ട് ബാ ഇറങ്ങാൻ പറയുമ്പോൾ നമ്മൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയുമ്പം അവർ ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നിധിയുടെ അച്ഛൻ പറയും ഇല്ല പ്രോജക്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് നമുക്കിത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ കല്യാണ സുന്ദർ സാറ് പറയുന്നുണ്ട് എന്നാൽ ഈ വണ്ടി തന്നെ തിരിച്ച് പോകാമെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല എനിക്കാണെങ്കിൽ എൻ്റെ ഡ്രൈവർ ഹോട്ടലുണ്ടോ എന്നെങ്കിൽ അയാളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താം അല്ലെങ്കിൽ ഞാനാണെങ്കിൽ വേറെ ടാക്സി എടുത്ത് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണ സുന്ദർ സാറാണെങ്കിൽ സമ്മതിക്കത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ സാറ് പറയും സുധി കൊണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സുധിയാണെങ്കിൽ തിരിച്ച് കൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധി ചോദിക്കുന്നുണ്ട് വണ്ടി എഴുതിട്ട് കല്യാണ സുന്ദർ സാർ ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ നമ്മൾ നിധിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് വണ്ടി നേരെ ഓട്ടിക്കട തെമ്മാടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അത്രയ്ക്ക് മോശമായ ആളൊന്നുമല്ല എന്നെ ഇരുത്തിക്കൊണ്ടാണ് ഇത്രയും വലിയ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കല്യാണ സുന്ദർ സാറ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ ഒന്ന് പറഞ്ഞ് കറക്കി എടുത്തിട്ട് നീ ഇപ്പോൾ വലിയ ഡയലോഗ് അടിക്കുന്നു ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധി ഇങ്ങനെ ചിരിച്ചിട്ട് ചോദിക്കും നിങ്ങൾ 21 വർഷം വളർത്തിയ നിങ്ങളെ മോളാണെങ്കിൽ ഞാനൊരു 2 ഡയലോഗ് അടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇറങ്ങി വരാനാണെങ്കിൽ അവൾ അത്രയ്ക്കും വീക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും എന്താ നമ്മളെ നിധിയുടെ അച്ഛനിക്കാണെങ്കിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് വീഡിയോസ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.